ഇന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിവന്യ എപ്പിപ്പാനിയോസ് തിരുമേനി, അഭിവന്യ തീമോത്തിയോസ് തിരുമേനി, ഔദ്യവന്യ യൗസേബിയോസ് തിരുമേനി, അഭിവന്യ സെറാഫീൻ തിരുമേനി, മലങ്കര സഭയുടെ ആദരണീയനായ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട മേലച്ചൻ, വന്ദിക ഉറപ്പിസ്കോപ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്, മാതാപിതാക്കൾ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര സഭയെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ ദൈവീക കൽപ്പന പ്രകാരം നയിച്ച പുണ്യശ്ലോകനായ അഭിവന്യ യുവാക്കീം മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ ചരമ ശതാബ്ദി ഇന്ന് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ തലമുറ എന്നും നന്ദിയോടുകൂടി ഓർക്കേണ്ട ഒരു പിതാവാണ് അഭിവന്യ യുവാക്കീം മാർ ഇവാനിയോസ് തിരുമേനി. മാർ തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര സഭയെ സഭയുടെ സ്വാതന്ത്ര്യത്തിലും അഭിമാനബോധത്തിലും നിലനിർത്തുവാൻ പോരാടിയ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു അഭിവന്യനായ ഇവാനിയോസ് തിരുമേനി. 1925 ജൂൺ മാസം 6-ാം തീയതി അദ്ദേഹം തൻ്റെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് പോയ ആ പുണ്യപിതാവിൻ്റെ 100-ാം ചരമവാർഷികം ശതാബ്ദി ഇന്ന് സഭ ബഹുമാനപൂർവ്വം അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നതായ പരുമലപ്പള്ളിയിൽ ഏറ്റവും അനുഗ്രഹീതമായി ആഘോഷിക്കുകയാണ്. സുറിയാനി കാനൂനുകൾ, സഭയുടെ വിശ്വാസങ്ങൾ എന്നിവയിൽ മാത്രമല്ല, ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു ആ പിതാവ്. പാണ്ഡിത്യവും ആത്മീയ ജീവിതവും ഔന്നത്യത്തിലേക്ക് വളർന്നതിനോടൊപ്പം മലങ്കര സഭയുടെ സ്നേഹവും നിലപാടുകളും പ്രകടിപ്പിക്കുവാനും അതിനായി പോരാടുവാനും ആ പിതാവ് എന്നും ഒരുക്കമായിരുന്നു. 1858 കണ്ടനാട് കരോട്ട് വീട്ടിൽ കോരഹിൻ്റെ മകനായി യുവാക്കീം മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത ജനിച്ചു. 1892 ഏപ്രിൽ 14 പുലിക്കോട്ടിൽ മാർ ദെബനോസിയോസ് മെത്രാപ്പൊലീത്തായിൽ നിന്ന് കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് അദ്ദേഹം പൗരോഹിത്യത്തിൻ്റെ പദവികളിലേക്ക് കടന്നു വന്നു. പഴയ സെമിനാരിയിലും തുടർന്ന് പരിമല സെമിനാരിയിലും അദ്ദേഹം ദീർഘകാലം താമസിച്ചു. 1908 യെരുശലേമിൽ പാത്രിക്കീസ് മാർ അബ്ദുള്ള അദ്ദേഹത്തെ എറമ്പാനായി നിയമിച്ചു. പാത്രിക്കീസ് മാർ അബ്ദുള്ള മലങ്കരയിൽ വന്ന് താൽക്കാലികമായി അധികാരം ആവശ്യപ്പെട്ടപ്പോൾ മാർ ഇവാനിയോസ് പിതാവ് വട്ടശ്ശേരിൽ തിരുമേനിയുമായി കൈകോർത്ത് പാത്രിക്കീസിൻ്റെ നീക്കത്തെ ശക്തമായി എതിർത്തു. എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ സത്യവിശ്വാസത്തിന് വേണ്ടി, ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായ നിലപാടെടുത്ത ഒരു പുണ്യപിതാവായിരുന്നു യുവാക്കീം മാർ ഇവാനിയോസ് എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനമാവണം. നന്ദിയോടെ സ്മരിക്കുവാൻ സഭയ്ക്ക് കടപ്പാടുണ്ട്. 1913 ഫെബ്രുവരി 9 ചെങ്ങന്നൂരിലെ പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് മലങ്കരയുടെ 1-ാം കാതോലിക്ക ബസേലിയോസ് പൗലിയോസ് ഒന്നാമൻ്റെ സാന്നിധ്യത്തിൽ അബ്ദേദ് മശിഹ പാത്രിക്കീസിൽ നിന്നും യുവാക്കീം മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുകയുണ്ടായി. തുമ്പമൺ കണ്ടനാട് ഭദ്രാസനങ്ങളുടെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തു. പരുമലയിൽ ഒരു മെത്രാപ്പൊലീത്തയായി ഈ നാട്ടിലെയും ഈ നാട്ടുകാരെയും സേവിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും പരുമലയിൽ തന്നെ താമസിച്ച് ജീവിച്ച് സഭയെ സേവിച്ച് സ്നേഹിച്ച് ദൈവസന്നിധിയിലേക്ക് അദ്ദേഹം കടന്നുപോയി. ഏറ്റവും വലിയ ഭാഗ്യം, അദ്ദേഹം പരുമല തിരുമേനിയുടെ കബറിടത്തിൽ തന്നെ അതിനോട് ചേർന്ന് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നുള്ളത് ഏറെ പരിശുദ്ധവും അഭിമാനകരവുമായ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ്. തീർച്ചയായും ആ പുണ്യപിതാവിനെ ആ ദിവസത്തിൽ തന്നെ പ്രത്യേകമായി അനുസ്മരിക്കുവാനും മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ തന്നെ ഇവിടെ എഴുന്നള്ളി വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഈ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനും സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യമാണ്. ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് ഈ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് റിജിയൻ കാതോലിക്ക ബാബ തിരുമേനിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പരിമല കൗൺസിലിൻ്റെ പേരിൽ, പരിശുദ്ധ സഭയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം തൃപ്പാദത്തിങ്കൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നത് അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീൻ തിരുമേനിയും സഭയുടെ ആദരണീയനായ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട അമ്മയിലച്ഛനുമാണ്. പരിശുദ്ധ
ബാബാ തിരുമേനി കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ അധിപൻ കൂടിയാണ്. ആ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപോലിത്ത എന്ന നിലയിൽ തന്നെ പരിശുദ്ധ പിതാവിന് തൻ്റെ മുൻഗാമിയോട് അത്തരത്തിൽ ഏറെ കടപ്പാടുണ്ട്. അദ്ദേഹത്തോടൊപ്പം വിശുദ്ധ ബലിയിൽ സഹകാർമ്മികരായിരുന്നത് തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ അഭിമന്യ സെറാഫീൻ തിരുമേനി തൻ്റെ മുൻഗാമിയെ ഓർത്ത് വിശുദ്ധ ബലി അർപ്പിച്ചു. അന്ന് തുമ്പവൺ ഭദ്രാസനത്തിൻ്റെ ഭാഗമായിരുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അഭിമന്യ തീമോത്തിയോസ് തിരുമേനിയും വിശുദ്ധ ബലിയിൽ തൻ്റെ മുൻഗാമിയെ ഓർത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കാളിയായി എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. അഭിമന്യ സെറാഫീൻ തിരുമേനിയും അതോടൊപ്പം തന്നെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിമന്യ എപ്പിഫാനിയോസ് തിരുമേനി, വന്യ തീമോത്തിയോസ് തിരുമേനി, വന്യ യൗസേബിയോസ് തിരുമേനി എന്നിവ എല്ലാ പിതാക്കന്മാരെയും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന സഭയുടെ ആദരണീയനായ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട അമേലച്ചനെ എല്ലാവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇവിടെ അഭിമന്യ തിരുമേനി അനുസ്മരിച്ചുകൊണ്ടുള്ളതായ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം അഭിമന്യ തീമോത്തിയോസ് തിരുമേനി കണ്ടനാട് കത്തീഡ്രലിൻ്റെ ഇവാനിയോസ് തിരുമേനിയുടെ മാതൃകയുടെ വികാരിയായ ഐസക് മട്ടുമേൽ കോറപ്പിസ്കോപ്പായ്ക്ക് നൽകി പ്രകാശനം ചെയ്യുന്നുണ്ട്. വന്യ മട്ടുമേൽ അച്ഛനെയും പ്രത്യേകമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുകൂടെ തന്നെ അടുത്ത ശനിയാഴ്ച മലങ്കര സഭയുടെ നേതൃത്വത്തിൽ സഭയുടെ ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി വകുപ്പിൻ്റെ ചുമതലയിൽ കോട്ടയത്ത് നടത്തുന്ന ട്രക്സിറ്റ് പ്രോഗ്രാമിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ആ പരിപാടിയുടെ ലോഗോ പ്രകാശനവും ഇവിടെ നിർവഹിക്കുന്നു. അത് പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് സഭയുടെ വൈദിക ട്രസ്റ്റിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്യുന്നത്. തീർച്ചയായും അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന അതിൻ്റെ ചുമതലക്കാരെയും എല്ലാ കോറപ്പിസ്കോപ്പാച്ചന്മാർ, വൈദിക ശ്രേഷ്ഠർ, സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന സെക്രട്ടറിമാർ, പരിമല കൗൺസിൽ അംഗങ്ങൾ, മാധ്യമ പ്രവർത്തകർ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന മുഴുവൻ വിശ്വാസികളെയും ഈ ചടങ്ങിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് അഭിമന്യ യുവാക്കീം മാർ ഇവാനിയോസ് പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ബലഹീനായ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പരസ്പരാശ്രിതത്വം എന്നൊരു വികാരം നമ്മുടെ ഇടയിൽ വർദ്ധിക്കേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. കുറെ കൂടെയൊക്കെ ഒന്ന് കമ്പാഷനേറ്റ് ആവണ്ടേ, കുറെ കൂടെയൊക്കെ ഒന്ന് ഹൃദയം സോഫ്റ്റ് ആക്കണ്ടേ. വല്ലാതെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മസിൽ പിടിച്ച് ഒന്നിനോടും ഒരു വികാര വായ്പ തോന്നാതെ നമ്മൾ ജീവിക്കുമ്പോൾ, വല്ലാത്ത കഠിന ഹൃദയരായി നമ്മൾ ജീവിക്കുമ്പോൾ, ആദിമസഭയ്ക്കുണ്ടായിരുന്ന ഈ പരസ്പര ആശ്രിതത്വം എന്ന ദർശനം നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടമാകുന്നില്ലേ എന്ന് ചിന്തിക്കണം. വൈകാരിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഏറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് സ്നേഹിതരെ. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിലൊക്കെ വല്ലാതെ ഒറ്റപ്പെട്ട ജീവിതങ്ങളുണ്ട്. ചിലതിനെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ അവർക്ക് നൽകുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടുണ്ട്. അത് പണം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല, അത് മനസ്സുകൊണ്ട് ലഭിക്കുന്ന ഒരു പിന്തുണയാണ്. അത് ചൊരിഞ്ഞു കൊടുക്കണം, കാരണം അതൊരു ക്രിസ്ത്യാനിയുടെ കർത്തവ്യമാണ്. ചില നിമിഷങ്ങളിലെങ്കിലും ഞാൻ ഈ നാളുകളിലൊക്കെ സംസാരിക്കുന്നത് സ്വന്തം ഇടങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും നമ്മുടെ ഒരു സഹോദരന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അവനെ സഹായിക്കാത്ത ക്രിസ്തീയത, അവന് സഹായം നൽകാത്ത തരത്തിലുള്ള ആത്മനിറവ്, അത് ആത്മനിറവല്ല എന്ന് സ്നേഹിത തിരിച്ചറിയണം. ഒരു ആത്മീയ പരസ്പരാശ്രിതത്വമുണ്ട്. ഒരു പ്രാർത്ഥന ആവശ്യപ്പെടുന്നവനെ പ്രാർത്ഥനയിലൂടെ സമാശ്വസിപ്പിക്കുക എന്നുള്ളത്, ഇതൊക്കെ ഈ ആത്മനിറവിലൂടെ നാം നേടിയെടുക്കേണ്ട ഘടകങ്ങളാണ്, അനുഭവങ്ങളാണ് എന്ന് മറന്നു പോകരുത്. ഇതൊക്കെ ആദിമസഭയ്ക്ക് വളരെ സജീവ അനുഭവങ്ങളായി അവർ വിചാരിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ദേവാലയങ്ങളെയും കൂടെ ചേർത്ത് ചിന്തിക്കണം. ഒരു കാലത്ത് നമ്മുടെ ദേവാലയങ്ങളൊക്കെ എപ്പോഴും തുറന്നു കിടന്നിരുന്നു. അതിന്റെ അർത്ഥം വളരെ ലളിതമായിരുന്നു, ആർക്കും ഏതു സമയത്തും ദേവാലയങ്ങളിലേക്ക് കടന്നു വരാമെന്നുള്ളതാണ്. നമ്മുടെ ഭവനങ്ങൾ പോലെ ഇന്ന് ദേവാലയങ്ങളും പൂട്ടപ്പെട്ടു പോയി സ്നേഹിത. തുറന്നിടുവാൻ തക്കവണ്ണം, വാതിലുകളെ തുറന്നിടുവാൻ തക്കവണ്ണം ആത്മാവ് നമ്മെ പ്രചോദിപ്പിക്കണം. ആശ്വാസമാകുവാൻ, അത്താണിയാകുവാൻ, കരുത്താകുവാൻ, കരുതലാകുവാൻ ഈ പെന്തിക്കോസ്തിയിലൂടെ നാം പുതുക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കേണ്ടിയിരിക്കുന്നു. വളരെ വേഗം 4-ാമത്തെ കുറിപ്പിലേക്ക് നീങ്ങി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. രൂപം നൽകിയ പരിശുദ്ധാത്മാവ്, ക്രമം നൽകിയ പരിശുദ്ധാത്മാവ് ആത്മനിറവിൽ ആ ജനത്തെ മാറ്റിയപ്പോൾ, ക്രമീകരിച്ചപ്പോൾ അവർക്കുണ്ടായ 4-ാമത്തെ ദർശനം ഞാൻ കുറിച്ചത് നവീകരിക്കപ്പെട്ട ഒരു ജീവിത ശൈലി അവർക്കുണ്ടായി. നവീകരിക്കപ്പെട്ട റിന്യൂവ്ഡ് ലൈഫ് സ്റ്റൈൽ, ഐ വിൽ സേ, നവീകരിക്കപ്പെട്ടൊരു ജീവിത ശൈലി. നമ്മുടെ കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇരുളിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ഇരുളിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടെ അവർ ഒരു വലിയ പ്രകാശം, മരണത്തിന്റെ ദേശത്തിൽ നിഴലിലിരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. യെശയ്യാ പ്രവചനമാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എടുത്ത് വ്യാഖ്യാനിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം ഈ പ്രകാശീകരണത്തിന്റെ അനുഭവമായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന വ്യവസ്ഥകളെ ഒന്ന് പുതുക്കുവാനുള്ള കാരണമായിരുന്നു. അതിന് മുമ്പ് പറഞ്ഞതുപോലെ വളരെ ഡ്രൈ ആയിരുന്ന, വളരെ യാന്ത്രികമായിരുന്ന ഒരു ജീവിത ശൈലിയെ തേജസ്സുള്ളതായി ചലനാത്മകമാക്കി കർത്താവിന് മനുഷ്യാവതാരം മാറ്റി. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോഗവൽക്കരണമാണ്. യഹൂദ ക്രിസ്ത്യാനികൾ അവർ ചിന്തിച്ചു കാണും, ദൈവത്തിൻ്റെ ജനമായ ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏതോ നിമിഷങ്ങളിൽ നഷ്ടമായ പലതും തിരികെ ലഭിക്കുന്നു. വിജാതീയർ ക്രിസ്ത്യാനികളായവർ ചിന്തിച്ചു കാണും, ഞങ്ങൾക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനൊരു അവസരം ലഭിച്ചിരിക്കുന്നു. നമുക്കതിനെ നമ്മുടെ ഹൃദയത്തോട് ചേർത്തൊന്ന് മനസ്സിലാക്കണം. ഒന്നുമില്ലാതിരുന്നൊരു ജനത്തിന്, സർവ്വതും നശിച്ചു എന്ന് തോന്നിയ ഒരു ജനത്തിന് ജീവിതത്തെക്കുറിച്ചുള്ള ചില പ്രത്യാശയായിരുന്നു പരിശുദ്ധാത്മാവ്. ജീവിതത്തെക്കുറിച്ച് ജീവിക്കാനുള്ളൊരു പ്രചോദനമായിരുന്നു പരിശുദ്ധാത്മാവ്. ഞങ്ങൾക്കും ഇനി ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യമായിരുന്നു. അന്നത്തെ സമൂഹം വല്ലാതെ ചിതറപ്പെട്ടൊരു സമൂഹമായിരുന്നു. യഹൂദനെന്നും യവനനെന്നും, സ്ത്രീയെന്നും പുരുഷനെന്നും, അഗ്രചർമ്മിയെന്നും പരിച്ഛേദനക്കാരനെന്നും, സമ്പന്നനെന്നും ദരിദ്രനെന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഗലാത്യ ലേഖനം പറയുന്നു, ഇനി യഹൂദനെന്നും യവനനെന്നുമില്ല, സ്ത്രീയെന്നും പുരുഷനെന്നുമില്ല, അഗ്രചർമ്മിയെന്നും പരിച്ഛേദനക്കാരനെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. അധർമ്മങ്ങൾ ഉണ്ടായിരുന്നു ആ സമൂഹത്തിൽ. പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ അടിവരയിടുന്നില്ലേ? പൗലോസ് ശ്ലീഹ പറയുന്ന വലിയ ദർശനങ്ങളിൽ ഒന്നാണ് ശാരീരികമായ അധർമ്മങ്ങൾ, ഫിസിക്കൽ ഇമ്മൊറാലിറ്റീസ് ഉള്ളവരോട് പറയുകയാണ്, ദുർനടപ്പുകളെ വിട്ടോടണം. ഈ സമൂഹത്തിന്റെ ഭാഗമായാൽ അങ്ങനെ ദുർനടപ്പിൽ ജീവിക്കുവാൻ അവസരമില്ല. 20-ാമത്തെ വാക്യം 1 കൊരിന്ത്യർ 6:20, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ
മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ശരീരം വിശുദ്ധമാണ്, ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തണം. നോക്കൂ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന ജീവിത ക്രമങ്ങളിൽ നിന്ന് ഒരു പുതുമ, ഒരു പുതുക്കം, ഒരു നവീകരണം എന്നത് തന്നെയാണ്. ഈ പെന്തിക്കോസ്ത് നാളുകളിൽ നാമും ധ്യാനിക്കേണ്ടത് ഇതുമായി ചേർന്ന ചില ചിന്തകൾ കൂടെയാണ്. ഇന്നത്തെ നമ്മുടെ കാലത്തെ അടയാളപ്പെടുത്തുന്നത് എല്ലാ അധർമ്മങ്ങളോടും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ലോകമെന്നാണ്, സന്ധി ചെയ്യുന്ന ഒരു ലോകമെന്നാണ്. ഈ കോംപ്രമൈസിങ് മെന്റാലിറ്റി, സന്ധി ചെയ്യുന്ന ഈ മെന്റാലിറ്റിയെ ആത്മാവ് നവീകരിക്കുവാൻ തക്കവണ്ണം തിന്മകളെ തിന്മകളായിട്ട് കാണണം സ്നേഹിത. നമ്മുടെ സാധാരണ ജീവിതാനുഭവങ്ങളിൽ പത്രോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്നറിയാതെ അടുത്തു വരുന്ന പിശാചിനെ ജയിക്കുവാൻ തക്കവണ്ണം ഉള്ളിലെ ആത്മാവ് സജീവമാകണം. ആത്മാവിന്റെ ഫലം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ ജഡത്തിന്റെ ഫലവും ആത്മാവിന്റെ ഫലവും അക്കമിട്ട് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. ആത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഏറ്റവും അവസാനം പറയുകയാണ് ഇന്ദ്രിയ ജയമാണ്. എനിക്ക് തോന്നുന്നു ഈ പുതുക്കപ്പെട്ട ജീവിതത്തിന് ഏറ്റവും അനിവാര്യം ഇന്നത്തെ കാലത്ത് ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാനുള്ള കഴിവ് തന്നെയാണ്. പ്രലോഭനപരമായ പലതും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോഴും ചിലതിനോടൊക്കെ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവത്വവും തൻ്റെ ഇടവും അന്നത്തെ സമൂഹത്തിലേതുപോലെ ഇന്ന് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നവീകരിക്കപ്പെട്ട ജീവിതശൈലി ആത്മനിറവിൻ്റെ മറ്റൊരു അടയാളമെന്ന് നാം മറന്നു പോകരുത്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്, സമയം മുൻപോട്ട് പോയല്ലോ. യോഹന്നാൻ ശ്ലീഹായിലൂടെ, വാക്കുകളിലൂടെ കർത്താവ് ശിഷ്യന്മാരെ നൽകുന്ന വാഗ്ദാനം, ധൈര്യപ്പെടുത്തൽ. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് അവനെ അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ അറിയാം. ഉള്ളിലുള്ള ആത്മാവിനെ അറിയുന്നവർ ആ സമൂഹം അന്ന് ചെയ്ത 4 അനുഭവങ്ങളിലേക്കും കൂടുതൽ സജീവമായി അടുത്തു വരണം. ഒന്നാമത്തെ കുറിപ്പ്, നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട് എന്ന ബോധ്യമാണ്. ദൗത്യ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ്. സുവിശേഷവാഹിയാകുവാനുള്ള സാധ്യത മുൻപിലുണ്ട് എന്ന് മറന്നു പോകരുത്. ആ ഇടങ്ങളിൽ, നമ്മൾ എത്തുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ നൽകുവാൻ, ക്രിസ്തു പ്രസംഗിക്കപ്പെടുവാൻ, ക്രിസ്തു ജീവിതമാകുവാൻ തക്കവണ്ണം മറന്നു പോകരുത്. 2, കൃത്യമായ ആരാധനാ അനുഭവമുള്ള ഒരു സമൂഹമായി അവർ പരുവപ്പെട്ടു എന്നുള്ളതാണ്. കൗദാശിക അടിത്തറയായിരുന്നു അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ബലം. യാതൊരു മടുപ്പുമില്ലാതെ കുദാശകളിലേക്ക് ആ ജനം അടുത്തു വന്നതുപോലെ വിരക്തിയില്ലാത്ത ആത്മനിറവുള്ള കുദാശകൾ, ആരാധനാ അനുഭവം നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പരസ്പര ആശ്രിതത്വം എന്നുള്ളതായിരുന്നു അവരുടെ 3ാമത്തെ ദർശനം, ആദർശം. നാം ആരും സ്വയം പര്യാപ്തരല്ല എന്നൊരു തിരിച്ചറിവുണ്ടാകണം. തീർത്തും ദുർബലർ നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. വൈകാരികമായും സാമ്പത്തികമായും മറ്റും പലതരത്തിലുള്ള സഹായം ആവശ്യമുള്ളവർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. പരസ്പര ആശ്രിതത്വം, എനിക്കുള്ളത് അവനും കൂടെയുള്ളത് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവുമ്പോൾ ആത്മാവിൻ്റെ വലിയ എക്സ്പ്രഷനായി അത് മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും അവസാനമായി ജീവിതത്തെ സമൂലമായി പരിവർത്തനപ്പെടുത്തുവാൻ തക്കവണ്ണം നവീകരിക്കപ്പെട്ട ഒരു ജീവിത ശൈലി നമുക്കുണ്ടാവണം. വേർതിരിവുകളില്ലാത്ത, ഉച്ചനീചത്വങ്ങളില്ലാത്ത, അധർമ്മങ്ങളില്ലാത്ത, തിന്മയോട് സന്ധി ചെയ്യാത്ത ഒരു ജീവിതാനുഭവം രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കണം. ഇതെല്ലാം ഉണ്ടാവുമ്പോൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി, സ്നേഹവും സന്തോഷവും ഒക്കെയുള്ള നിറഞ്ഞ ജീവിതമുള്ളവരായി നമ്മുടെ ജീവിതങ്ങളെ പരുവപ്പെടുത്താം. വലിയ ആവേശത്തോടെ, താല്പര്യത്തോടെ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് ഒരുങ്ങുവാൻ, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ, ക്രമമില്ലാത്ത അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനൊരു ക്രമം നൽകുവാൻ, രൂപമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു രൂപം നൽകുവാൻ പരിശുദ്ധാത്മ നിറവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.